ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മാങ്ങ വെച്ചിട്ടുള്ള ഒരു സൂപ്പർ നൊസ്റ്റാൾജിക് ഐറ്റമാണ് ഇന്ന് ട്രൈ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇന്നുവരെ ഉണ്ടാക്കിയിട്ടില്ല, പക്ഷേ കുറച്ചായിട്ട് ഞാൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് മാങ്ങ കിട്ടി. അപ്പോൾ ആദ്യം നമ്മൾ ജാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ മാങ്ങ കൊണ്ട്, കുറേ കിട്ടിയപ്പോൾ. അപ്പോൾ ഇതുകൊണ്ട് ഞാനിന്ന് ഉണ്ടാക്കുന്ന മാങ്ങാത്തരയാണ് കേട്ടോ. നമുക്ക് പണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ പായ ഉണ്ടല്ലോ, പരമ്പിൻ്റെ പായ. ആ പായക്കകത്ത് നമ്മുടെ മാങ്ങ കിട്ടുന്നത് വെയിലത്ത് വെച്ചിട്ട് ഉരച്ച് ആ പാ നിറച്ചാക്കി അങ്ങനെ കട്ടിക്കാക്കിയിട്ടാണ് മാങ്ങാത്തര ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിലും ഇച്ചിരി കൂടെ ടേസ്റ്റാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റിയാണ്. തന്നെയല്ല, നമുക്ക് പെട്ടെന്ന് ട്രൈ ചെയ്യാൻ ഇപ്പോൾ വെയിലില്ലെങ്കിൽ പോലും നമുക്കത് ഡ്രൈ ആക്കി എടുക്കാൻ പറ്റും. അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു സംഭവമാണ് ഈ മാങ്ങാത്തര. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 8-10 മാങ്ങയുണ്ട് കേട്ടോ. 8-9 മാങ്ങയോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല മുഴുത്ത നമ്മുടെ കോമാങ്ങയാണ് കിട്ടിയത്. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല രീതിയിൽ മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് നല്ല രീതിയിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് വെള്ളം തൊടാതെ നല്ല പേസ്റ്റ് പരുത്തി അരച്ചെടുത്തിട്ട് അത് നമ്മുടെ അടികട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് വെച്ച് സ്റ്റൗവിലേക്ക് വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളകി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് കേട്ടോ. അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ ഒരുപാട് പഞ്ചസാര വേണ്ട, അല്ലാത്താണെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഇതിപ്പം 8-10 മാങ്ങയുണ്ട്. അപ്പോൾ നമുക്ക് പുളിയുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് നാരങ്ങയുടെ നീരോട് ചേർത്ത് കൊടുക്കാം. അപ്പം 2-3 മാങ്ങയൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് മതി. പക്ഷേ ഇത് നമ്മൾ കുറച്ചേറെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു നാരങ്ങ ഫുള്ള് എടുക്കുവാണ്. നല്ല രീതിയിൽ നാരങ്ങ നീരോട് ചേർത്ത് കൊടുത്തിട്ട് നിങ്ങളെ ചേർത്ത് കൊടുക്കുന്നത് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ ഒറ്റ കയ്യിൽ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കൊച്ചേക്കുന്നതിന് മുമ്പ് ഇത് ചെയ്ത് തീർക്കേണ്ട കൊണ്ട് തിരക്ക് പിടിച്ച് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇത് ട്രൈപ്പോഡൊന്നും വെക്കാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ ചെറുനാരങ്ങ എടുത്ത് നമ്മൾ നീരോട് പിഴിഞ്ഞു കൊടുത്തിട്ട് ഒരു പിഞ്ച് സാൾട്ടോട് ചേർക്കുക. ഉപ്പ് ഒരു പിഞ്ച് മതി, ഒരു പൊട്ടിക്ക്, അതായത് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതോട് ചേർത്തിട്ട് ഇത് നന്നായിട്ട് വരട്ടി നന്നായിട്ട് എടുക്കുക. എന്നിട്ട് ഒരു നല്ല ട്രേയോ അങ്ങനെ എന്തെങ്കിലും ഒരു നിരപ്പുള്ള ഒരു പാത്രത്തിലേക്ക് സൺഫ്ലവർ ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് കുറുകി വന്ന ശേഷം ഈ മിക്സ് ഒഴിച്ച് കട്ടി കുറച്ച് പരത്തി വെക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് അതങ്ങനെ ഇരുന്ന് തന്നെ നമുക്ക് നല്ല കട്ടിയായിട്ട് കിട്ടും. അപ്പം ബാക്കി പ്രോസസ്സിങ് ഞാൻ വഴിയെ കാണിച്ചു തരാവേ. ശേഷം നമ്മുടെ മാങ്ങാത്തരയുടെ സംഭവം കുറുകി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും തിക്കായി, ഇച്ചിരി തിക്കായാലും കുഴപ്പമില്ല. ഇത് മാക്സിമം തിക്കാക്കിയിട്ടുണ്ട് ഞാനെടുത്ത്. അപ്പോൾ ഇത് ഒരു ഒട്ടുന്ന പരുവമായിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലൊരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. ചൂട് ഇച്ചിരി കുറയുന്നതോടെ തന്നെ ട്രേയിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. സൺഫ്ലവർ ഓയിൽ തേച്ചിട്ട് ഞാനിവിടെ നമ്മുടെ ട്രേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു എണ്ണയുടെ മയമേ വരാവുള്ളൂ. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു എണ്ണയും യൂസ് ചെയ്യരുത്. സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതാണ് ഇതിനേക്കാൾ എല്ലാം ബെസ്റ്റ്. ബട്ടർ പേപ്പറാണ് നല്ല എളുപ്പമാണ് കേട്ടോ നമുക്ക് ഇളക്കിയൊക്കെ എടുക്കാനായിട്ട്. ഇതും പാടൊന്നുമില്ല, എന്നാലും ഡയറക്റ്റ് ബട്ടർ പേപ്പറിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അത് ഒരു സൈഡിലേക്ക് കമത്തിയാൽ മതി. അപ്പോൾ ആ സാധനം നമ്മുടെ കയ്യിലേക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളെ വഴിയെ കാണിച്ചു തരാം. മാങ്ങാത്തരയുടെ പൾപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ട്രേയിലേക്ക് മാറ്റാതെ ഒരു ചെറിയ കട്ടിക്ക് പരത്തി കൊടുക്കണം. ഇത് ഫുള്ള് പരത്തി കാണിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് ഞാനിത് ട്രേയിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച്, ഇച്ചിരി കട്ടിക്കാണ് തേച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ വെയിലത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല വെയിലത്തിരുന്നൊന്ന് ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങാത്തര റെഡിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ പുറത്ത് വെക്കുമ്പോൾ എന്തെങ്കിലും ജീവികളൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വല പോലെയോ അല്ലെങ്കിൽ ഒരു ഷോള്, വല പോലത്തെ നെറ്റിൻ്റെ ഒരു ഷോളാണെങ്കിലും ഇങ്ങനത്തെ ഒരു ഷോളായാലും മതി. അത് നമ്മൾ അതിൻ്റെ പുറത്തൊന്ന് വിരിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വെയിൽ കൊള്ളിച്ച് കഴിയുമ്പോൾ നമുക്ക് സെറ്റായിട്ട് കിട്ടും. ഇതുണ്ട്, നമുക്ക് പെട്ടെന്ന് കൊണ്ട വെക്കുമ്പം തന്നെ അതും ഇതൊക്കെ വീഴുന്നുണ്ട്. അപ്പോൾ എത്രയും പെടുന്നൊരു വല ഇതിൻ്റെ മണ്ടയിലേക്ക് ഇട്ട് സെറ്റാക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് മാങ്ങാത്തര ഉണ്ടാക്കുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയൊരു വീഡിയോ ആയിട്ട് തന്നെ വരെ ടാറ്റ ബൈ ബൈ. മാങ്ങാത്തര ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല കട്ടിക്കാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം മാങ്ങയൊക്കെ ഒരുപാടുള്ള സമയത്ത് ഇതിങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരു മാങ്ങ മിഠായി പോലെ തോന്നും, നമുക്ക് കഴിക്കാനൊക്കെ നല്ല രുചിയാണ് കേട്ടോ. അപ്പം ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ. അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ വേണമെങ്കിൽ നമുക്ക് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ചുരുട്ടി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നീളത്തി നമുക്ക് കട്ട് ചെയ്തിട്ടാണെങ്കിലും കഴിക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതാണ് ഇതിൻ്റെ മുൾഭാഗം, മറ്റേ ആദ്യം കാണിച്ചത് അതിൻ്റെ അടിഭാഗമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മാങ്ങാത്തേര. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സി യു. പുതിയ റെസിപ്പികളും പുതിയ സോപ്പ് മേക്കിങ്ങുമായിട്ട് ഞാൻ ഇനിയും വരും. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റ ബൈ ബൈ.